മണിപ്പൂരിലെ NDA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് JDU. ഒരു MLA ആണ് JDUവിന് മണിപ്പൂരിലുള്ളത്. നേരത്തെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ബീരൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, BJPക്ക് എത്ര വലിയ തിരിച്ചടിയാണ്? എന്താണ് നിതീഷ് കുമാറിന്റെ ഉദ്ദേശം? അതന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു തിരിച്ചടിയല്ല, പകരം JDU നൽകുന്ന ഒരു സൂചന എന്ന് വേണം നമുക്കതിനെ മനസ്സിലാക്കാൻ. ഒരു MLA മാത്രമാണ് JDUവിന് മണിപ്പൂരിലുള്ളത്. MD അബ്ദുൽ നസീർ ആണ് ആ MLA. അദ്ദേഹം പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനായിട്ട് ഇപ്പോൾ JDU തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ നടപടികളിലേക്ക് ഇനിയിപ്പോൾ JDU പോകുമോ ഇല്ലയോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. നേരത്തെയും ഇത്തരത്തിലുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് ചില പാർട്ടികൾ കൂടി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ ബീഹാറിലും ഉൾപ്പെടെ JDU BJPയുടെ സഖ്യകക്ഷിയാണ്. ആ നിലക്ക് ഇത്തരത്തിലൊരു പിൻവലിക്കൽ ഉണ്ടാകുമ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ഇതൊരു സൂചന എന്ന് വേണം നമുക്കിതിനെ വിലയിരുത്താനായിട്ട്. ദേശീയ തലത്തിൽ എന്തെങ്കിലും ചലനം ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇത്തരത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പിന്തുണ പിൻവലിക്കുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. തുടർച്ചയായി സംഘർഷങ്ങളിൽ ഒരു അഴിവ് വരുത്താനായിട്ട് പാർട്ടിക്ക് BJPക്ക് സാധിക്കുന്നില്ല. കൂടുതൽ സങ്കീർണതകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് നേരത്തെ തന്നെ JDU നേതാക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ MLA പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് JDU എത്തുകയും ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തത്.